എല്ലാവർക്കും എന്റെ സ്ക്രീന് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ഫസ്റ്റ് നമ്മൾ സിലബസ് നോക്കാം. നമ്മുടെ സബ്ജക്റ്റിന്റെ കോഡ് EST 102 ആണ്. പേപ്പറിന്റെ പേര് എന്താണ്? പ്രോഗ്രാമിംഗ് ഇൻ സി ആണ്. ഓക്കെ. ഈ പ്രോഗ്രാമിംഗ് സിയിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എന്താണ്, ഏതെങ്കിലും ഒരു ക്ലാസ് മിസ്സായാലും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? നെക്സ്റ്റ് ക്ലാസ് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റൂല. ഓക്കെ. മാത്സ് പോലാണ്. ഓക്കെ. ഞാൻ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് മോഡ്യൂളിൽ കുഴപ്പമില്ല, തിയറി ആണ്. ബാക്കിയുള്ള 4 മോഡ്യൂൾസും എന്താണ്? പ്രോഗ്രാംസ് ആണ്, ഫുൾ ആൻഡ് ഫുൾ പ്രോഗ്രാംസ് ആണ്. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ഡേ ഉള്ള ഒരു ക്ലാസ് മിസ്സായി, നിങ്ങൾ സെക്കൻഡ് ഡേ വന്ന് കണ്ടിന്യൂ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂല. ഓക്കെ. എഗെയിൻ ഫുൾ ബേസും സെക്കൻഡ് മോഡ്യൂളിലാണുള്ളത്. എഗെയിൻ തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് മോഡ്യൂളിലുള്ളതൊക്കെ ചെറിയ ചെറിയ കോൺസെപ്റ്റ് ആണ്, കോൺസെപ്റ്റിൽ വരുന്ന പ്രോഗ്രാംസ് ആണ്. ബട്ട് ഫുൾ കോൺസെപ്റ്റും എവിടെയാണുള്ളത്? സെക്കൻഡ് മോഡ്യൂളിലാണുള്ളത്. ഓക്കെ. സോ പ്രോഗ്രാമിന്റെ സബ്ജക്റ്റിന്റെ കോഡ് EST 102 ആണ്. പേപ്പർ എന്താണ്? പ്രോഗ്രാമിംഗ് ഇൻ സി ആണ്. ഓക്കെ. ഇതിൽ എന്തൊക്കെ ഉണ്ട്? ലെക്ചേഴ്സ് ഉണ്ട്, തിയറി, ട്യൂട്ടോറിയൽ ഉണ്ട്, അഗൈൻ പ്രാക്ടിക്കൽ ഉണ്ട്. ഓക്കെ. ഇപ്പോൾ നിങ്ങൾ കെമിസ്ട്രി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്? അവിടെ ലെക്ചേഴ്സും ഉണ്ട്, പ്രാക്ടിക്കലും ഉണ്ട്. പക്ഷെ അത് രണ്ടും സെപ്പറേറ്റ് ആണ്. ബട്ട് പ്രോഗ്രാമിംഗ് ഇൻ സിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ലെക്ചേഴ്സിൽ നിങ്ങൾ എന്തൊക്കെ പഠിക്കുന്നുണ്ടോ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ലാബിലും ചെയ്ത് കാണിക്കേണ്ടി വരും. ഓക്കെ. അപ്പൊ ലെക്ചറും ഉണ്ടാവും, എഗൈൻ എന്താണ്? പ്രാക്ടിക്കലും ഉണ്ട്. ക്രെഡിറ്റ് എത്രയാണ്? 4 ആണ്. ഓക്കെ. ദെൻ ഇതിന്റെ ഇന്റേണൽ നോക്കാം. ഇന്റേണൽ ആസ് യൂഷ്വൽ എന്താണ്? ടോട്ടൽ 150 മാർക്സ് ആണ്. ഇന്റേണൽ എത്രയാണ്? 50 മാർക്സ് ആണ്. ദെൻ എക്സ്റ്റേണൽ എക്സാം എത്ര മാർക്കിനാണ്? 100 മാർക്സിനാണ്. ഓക്കെ. ദെൻ സിലബസ്, ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഓക്കെ. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ എന്താണ്? 2 സെക്ഷൻ ആണ് ഉണ്ടാവുക, പാർട്ട് എ ആൻഡ് പാർട്ട് ബി. പാർട്ട് എയിൽ എത്ര ക്വസ്റ്റ്യൻസ് ആണ് വരിക? 3 മാർക്ക് ക്വസ്റ്റ്യൻസ്, 10 ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ. ഒരു മോഡ്യൂളിൽ 2 ക്വസ്റ്റ്യൻസ് വെച്ച് 5 മോഡ്യൂൾസിൽ എത്ര ക്വസ്റ്റ്യൻസ് വരും? 10 ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ. പക്ഷെ അതിന് എന്ത് തരൂല? ചോയ്സ് ഉണ്ടാവില്ല. ഓക്കെ. നെക്സ്റ്റ് ഉള്ളത് എന്താണ്? പാർട്ട് ബി ആണ്. 5 മോഡ്യൂളിൽ 2 ക്വസ്റ്റ്യൻസ് വെച്ച് വരും. ഒരു ക്വസ്റ്റ്യന്റെ മാർക്ക് 14 മാർക്സ് ആണ്. ഓക്കെ. അതിൽ സ്പ്ലിറ്റ് അപ്പ് ഉണ്ടാവും. പക്ഷെ അതിൽ എന്താണ്? ചോയ്സും ഉണ്ടാവും. ഏതെങ്കിലും ഒരു ഫസ്റ്റ് മോഡ്യൂളിൽ 2 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സെലക്ട് ചെയ്ത് എഴുതണം. ഒരു ക്വസ്റ്റ്യന് മാർക്ക് എത്രയായിരിക്കും? 14 മാർക്കാണ്. സോ 5 ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് വരും? 70 മാർക്സ് വരും. ഓക്കെ. ക്ലിയർ ആണോ? അപ്പോ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ 2 സെക്ഷൻസ് ആണ് അതിലുള്ളത്, പാർട്ട് എ ആൻഡ് പാർട്ട് ബി. പാർട്ട് എയിൽ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരിക. 10 ക്വസ്റ്റ്യൻസ് വരും. അതിന് 30 മാർക്സ് ആണ്. ഒരു മോഡ്യൂളിന്റെ 3 മാർക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എത്രയാണ്? 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഓക്കെ. അഗൈൻ പാർട്ട് ബി നോക്കുമ്പോൾ എങ്ങനെയാണ്? പാർട്ട് ബി എന്ന് പറയുന്നത് എല്ലാ ക്വസ്റ്റ്യൻസിനും മാർക്ക് എത്ര മാർക്സ് ആണ്? 14 മാർക്സ് ആണ്. ഒരു മോഡ്യൂളിൽ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻസ് എഴുതേണ്ടി വരുള്ളൂ. പക്ഷെ ആ ക്വസ്റ്റ്യന്റെ വെയിറ്റേജ് എങ്ങനെയായിരിക്കും? 14 മാർക്കാണ്. സോ 14 മാർക്ക് എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു ക്വസ്റ്റ്യനിൽ എന്തുണ്ടാവും? കുറേ സ്പ്ലിറ്റ് അപ്പ് ഉണ്ടാവും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇത് സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സോ സാമ്പിൾ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇതിൽ തന്നെ എന്താണ്? 2 സ്പ്ലിറ്റ് അപ്പ് തന്നിട്ടുണ്ട്. 14 മാർക്കാണ്. സോ 10-4 ആ ബേസിലാണ് തന്നിട്ടുള്ളത്. ഓക്കെ. സോ അഗൈൻ എന്താണ്? എല്ലാ മോഡ്യൂളും അങ്ങനെയാണ്. സോ സെക്കൻഡ് മോഡ്യൂളിൽ നോക്കുമ്പോൾ എന്താണ്? 10-4, 6-8 അങ്ങനെയുള്ള ബേസിസിൽ അവർ എന്ത് തന്നിട്ടുണ്ട്? സ്പ്ലിറ്റ് അപ്പ് തന്നിട്ടുണ്ട്. ഈ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എല്ലാം പ്രോഗ്രാമിംഗ് ക്വസ്റ്റ്യൻസ് ആണ് മോസ്റ്റ് ആയിട്ടുള്ളത്. തിയറി ക്വസ്റ്റ്യൻസ് കുറവാണ്. ഓക്കെ. തിയറി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സപ്പോസ് എന്താണ്? നിങ്ങൾക്ക് ലക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുക? തിയറി ക്വസ്റ്റ്യൻസ് കിട്ടുക. അതർവൈസ് തിയറി ക്വസ്റ്റ്യൻസ് കിട്ടാൻ സാധ്യത കുറവാണ്. ഫസ്റ്റ് മോഡ്യൂളിൽ മാത്രമാണ് ഒരു 15 മാർക്കിന് നിങ്ങൾ വരുമ്പോൾ ഒരു മോഡ്യൂളിൽ എത്ര മാർക്കാണ്? 20 മാർക്സ് ആണ് വരിക. അപ്പൊ മാക്സിമം ഫസ്റ്റ് മോഡ്യൂൾ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചാൽ ഒരു 10 or 15 മാർക്സിനാണ് തിയറി ക്വസ്റ്റ്യൻസ് വരിക. അതർവൈസ് ഫസ്റ്റ് മോഡ്യൂളിൽ തന്നെ പ്രോബ്ലം ക്വസ്റ്റ്യൻസ് വരാനുള്ള പോസിബിലിറ്റീസും ഉണ്ട്. ഓക്കെ. സോ ഞാൻ എന്തൊക്കെ പഠിപ്പിച്ചു തരുന്നുണ്ടോ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഡെയിലി ബേസിസിൽ പഠിക്കണം. സെയിം ടൈം എന്താണ്? കോൺസെപ്റ്റിനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഞാൻ ഒരു പ്രോഗ്രാം പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രാമിനെ ബൈഹാർട്ട് ചെയ്യരുത്. ഓക്കെ. ആ പ്രോഗ്രാം എങ്ങനെയാണ് എഴുതണമെന്നാണ് ഞാൻ പറഞ്ഞു തരിക. ഓക്കെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ അഡിഷൻ ഓഫ് 2 നമ്പേഴ്സിന്റെ ഒരു പ്രോഗ്രാം ഞാൻ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അതിനെ ബൈഹാർട്ട് ചെയ്തിട്ട് നിങ്ങൾ എക്സാമിന് വരരുത്. ഓക്കെ. ആ പ്രോഗ്രാം നിങ്ങൾ ഓക്കെ എന്ത് കോൺസെപ്റ്റിലാണ് നമ്മൾ അങ്ങനെ എഴുതിയത്? ഓക്കെ. ഒவ்வொரு ലൈനിന് നമുക്കൊരു മീനിങ് ഉണ്ടാവും.
ഓക്കെ, ആ കോൺസെപ്റ്റിനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ക്ലിയർ ആയിട്ട് പഠിക്കേണ്ടത്. ആ കോൺസെപ്റ്റ് പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതാൻ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, യൂണിവേഴ്സിറ്റി എക്സാമിൽ ചോദിക്കുന്നത് എന്തായിരിക്കും, വേറെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സിൽ എന്ത് പറഞ്ഞു തരും, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 നമ്പേഴ്സിന്റെ ഒരു പ്രോഗ്രാം പറഞ്ഞു തരും. ഓക്കെ, പക്ഷെ പ്രോഗ്രാം നിങ്ങൾ എന്താണ് യൂണിവേഴ്സിറ്റി എക്സാമിന് അവർ ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും, ടു റൈറ്റ് എ സി പ്രോഗ്രാം ഫോർ ടു ഫൈൻഡ് ദ എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നാണ് ചോദിക്കുക. ഓക്കെ, മൾട്ടിപ്ലിക്കേഷനും സിമ്പിൾ ഇൻട്രസ്റ്റും ബേസ് കോൺസെപ്റ്റ് നോക്കുമ്പോൾ എന്താണ്, സെയിം ആണ്. മൾട്ടിപ്ലിക്കേഷനിൽ എന്താണ് ഞാൻ പറഞ്ഞു തരിക, 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറഞ്ഞു തരിക. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതും എന്താണ്, ഒരു മൾട്ടിപ്ലിക്കേഷൻ കോൺസെപ്റ്റ് ആണ്. സോ പ്രോഗ്രാം എഴുതുമ്പോൾ നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണ്, പ്രോഗ്രാമിനെ ബൈഹാർട്ട് അല്ല ചെയ്യേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്യണം, കോൺസെപ്റ്റിനെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം, മനസ്സിലാക്കി വേണം പഠിക്കാൻ. അതർവൈസ് നിങ്ങൾ ബൈഹാർട്ട് ചെയ്താൽ എന്താണ്, സപ്പോസ് നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് നിങ്ങൾക്ക് ലക്കിന് എന്ത് ചെയ്ത് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ യൂണിവേഴ്സിറ്റിയിൽ വന്ന് പാസ്സായി പോവാം. ബട്ട് നെക്സ്റ്റ് സെമ്മിൽ നിങ്ങൾ S3 പോകുമ്പോൾ ഇപ്പൊ നിങ്ങൾ C പഠിക്കുന്ന ആൾക്കാർക്ക് നെക്സ്റ്റ് സെമ്മിൽ ജാവ വരും. ഓക്കെ, എഗെയിൻ എന്ത് വരും, PHP ഉണ്ട്, എഗെയിൻ പൈത്തൺ വരും. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഫസ്റ്റ് സെമ്മിൽ തന്നെ നിങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള പേപ്പറിൽ നിങ്ങൾ ജാവയോ C++ഓ പിന്നെ എന്താണ് പൈത്താനോ എന്ത് പഠിച്ചാലും ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഉണ്ടാവില്ല. പേപ്പർ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, സിമ്പിൾ ആയിട്ട് മനസ്സിലായി പോകും. സോ അതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്, എന്താണ്, ഒരിക്കൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ പേപ്പർ ബൈഹാർട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ ബാക്കിയുള്ളതൊക്കെ ചെയ്യും. ഓക്കെ, ക്ലിയർ ആണോ ഇതുവരെ പറഞ്ഞത്? യെസ് ആണോ നോ ആണോ? ഓക്കെ, സോ സിലബസ് നോക്കാം. സിലബസിൽ നമുക്ക് ടോട്ടൽ 5 മോഡ്യൂൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മോഡ്യൂൾ നോക്കുക, അതെന്താണ്, ബേസിക് കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് പഠിക്കുന്നത്. എഗെയിൻ എന്താണ്, അതിൽ അൽഗോരിതം ഫ്ലോ ചാർട്ടും പഠിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് മോഡ്യൂൾ ഫുൾ ആൻഡ് ഫുൾ തിയറീസ് ആണ്. ബട്ട് അൽഗോരിതം ഫ്ലോ ചാർട്ടിന്റെ കേസിൽ പറയുമ്പോൾ എന്ത് വരും, അതിൽ കുറച്ച് പ്രോബ്ലംസ് വരും. ഓക്കെ, ഏതെങ്കിലും അഡിഷൻ ഓഫ് 2 നമ്പേഴ്സ് എന്ന് ചോദിച്ചിട്ട് അതിന്റെ ഫ്ലോ ചാർട്ട് വരയ്ക്കുക, ഇല്ലെങ്കിൽ എന്താണ് അതിന്റെ അൽഗോരിതം എഴുതുന്ന പറഞ്ഞിട്ട് ചോദിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് മോഡ്യൂൾ എന്താണ്, തിയറി ചോദിക്കാനുള്ള പോസിബിലിറ്റി എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് മീൻ ബൈ ഹാർഡ്വെയർ, വാട്ട് ഈസ് മീൻ ബൈ സോഫ്റ്റ്വെയർ, വാട്ട് ആർ ദ ബേസിക് കോമ്പണൻസ് ഓഫ് കമ്പ്യൂട്ടർ, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻസ് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടാവും. മോഡ്യൂൾ 1 50% ചാൻസ് ആണ്, 50% തിയറി വരും, 50% പ്രോബ്ലം വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. നെക്സ്റ്റ് മോഡ്യൂൾ 2 ആണ്. സോ മോഡ്യൂൾ 2ന്റെ ഹെഡിങ് തന്നെ എന്താണ്, ദാറ്റ്സ് എ പ്രോഗ്രാം ബേസിക്സ്. സോ ഈ ഹാർട്ട് പോർഷൻ എന്ന് പറയാം അല്ലെ, ഹാർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ബോഡിയിൽ ഹാർട്ട് എന്ന് പറയുമ്പോൾ ഹാർട്ട് ആണ് മെയിൻ അല്ലെ. ഓക്കെ, അപ്പൊ അതുപോലാണ് ഈ മോഡ്യൂൾ 2 എന്ന് പറയുന്നത്. ഈ മോഡ്യൂൾ 2ലാണ് പ്രോഗ്രാമിന്റെ ഫുൾ ബേസിക്സും ഉള്ളത്. ഓക്കെ, നിങ്ങൾക്ക് സപ്പോസ് ഈ സബ്ജക്റ്റില് മോഡ്യൂൾ 2 മനസ്സിലായിട്ടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മോഡ്യൂൾ 3 മനസ്സിലാവില്ല, മോഡ്യൂൾ 4 മനസ്സിലാവില്ല, മോഡ്യൂൾ 5 മനസ്സിലാവില്ല എന്നല്ല, നിങ്ങൾക്ക് ഒരു പ്രോബ്ലമും എന്ത് ചെയ്യാൻ പറ്റൂല, ചെയ്യാനേ പറ്റൂല. അപ്പോൾ മോഡ്യൂൾ 2 ആണ് ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, മോഡ്യൂൾ 2 നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മോഡ്യൂൾ 3ഉം 4ഉം 5ഉം പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, മോഡ്യൂൾ 3ലാണ് ഫുൾ ബേസിക്സും ഉള്ളത്. ഓക്കെ, സ്ട്രക്ചർ ഓഫ് C പ്രോഗ്രാമിംഗ്, ഓപ്പറേറ്റേഴ്സ് ആൻഡ് എക്സ്പ്രഷൻസ്, കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, നെക്സ്റ്റ് ഉള്ളത് മോഡ്യൂൾ 3 ആണ്. മോഡ്യൂൾ 3 എന്ന് പറയുമ്പോൾ സിയിലുള്ള മെയിൻ കോൺസെപ്റ്റ്സ് ആണ്. അറേ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, എഗെയിൻ സ്ട്രിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഇതിൽ വെറൈറ്റി ആയിട്ട് പഠിക്കാൻ, വ്യത്യാസമായിട്ട് പഠിക്കാൻ ഒന്നുമില്ല. മോഡ്യൂൾ 2 നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ അറേ ആൻഡ് സ്ട്രിങ്സ് പഠിക്കാൻ നമുക്ക് അധിക സമയം ഒന്നും ആവില്ല, ഒരു 2 hours വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലാണ് മോഡ്യൂൾ 4 ഫംഗ്ഷൻ. ഫംഗ്ഷൻ സിമ്പിൾ കോൺസെപ്റ്റ് ആണ്, സിയിലുള്ള ബട്ട് ഫംഗ്ഷൻ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, മോഡ്യൂൾ 2 ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, എഗെയിൻ എന്താ, മോഡ്യൂൾ 5 എന്ന് പറയുന്നത് പോയിന്റർ ആൻഡ് ഫയൽ കോൺസെപ്റ്റ് ആണ്. പോയിന്റർ കുറച്ച് നിങ്ങൾ എന്താണ്, പക്ഷെ മോഡ്യൂൾ 2 മനസ്സിലായിട്ടില്ലെങ്കിൽ മോഡ്യൂൾ 5 എന്ത് ചെയ്യില്ല, ഒട്ടും മനസ്സിലാവില്ല. സോ മോഡ്യൂൾ 2 എടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കണം. അതിൽ ഞാൻ കുറേ എക്സസൈസ് തരും, ആ എക്സസൈസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, മോഡ്യൂൾ 2 നിങ്ങൾ എല്ലാ ജസ്റ്റ് ഒരു ട്രെയിനിങ് പോലാണ്. ഇതാണ് നമ്മളുടെ സിലബസ് ക്ലിയർ ആണോ? ഇപ്പോൾ 5 മോഡ്യൂൾസ് ആണ്. ഫസ്റ്റ് മോഡ്യൂൾ എന്താണ്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ആണ് വരിക. ഓക്കെ,
സെക്കൻഡ് മോഡ്യൂൾ എന്താണ്? പ്രോഗ്രാമിന്റെ ബേസിക്സ് ആണ്. തേർഡ് മോഡ്യൂൾ എന്താണ്? അറേസ് ആൻഡ് സ്ട്രിങ്സ് ആണ്. ഫോർത്ത് മോഡ്യൂൾ ഫങ്ഷൻസ് ആണ്. ഫിഫ്ത്ത് മോഡ്യൂൾ എന്താണ്? പോയിന്റേഴ്സ് ആൻഡ് ഫൈൽ ഓപ്പറേഷൻസ്. ഇസ് ഇറ്റ് ക്ലിയർ? യെസ് ആണോ നോ ആണോ? ക്ലിയർ. ഓക്കെ. നെക്സ്റ്റ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് മാത്രം തീർന്നിട്ടില്ല, ഇതിന്റെ കൂടെ ലാബ് ഉണ്ട്. ഓക്കെ. സോ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ലാബ് ചെയ്യണം. ഓക്കെ. അപ്പൊ ലാബിന് അവർ കുറച്ച് ലിസ്റ്റ് ഓഫ് പ്രോഗ്രാംസ് തന്നിട്ടുണ്ട്. ഓക്കെ, കുറേ പ്രോഗ്രാംസ് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പൊ ലാബിന്റെ അവർ ഇവിടെ തന്നിട്ടുണ്ട് നമുക്ക്. ആ ലാബിന്റെ അവറിൽ ഞാൻ എന്ത് ചെയ്യും? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഇന്നൊരു പ്രോബ്ലം എടുക്കണമെന്ന് വെച്ചാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ അഡിഷൻ ഓഫ് 2 നമ്പേഴ്സ്, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 നമ്പേഴ്സ്, ഡിവിഷൻ ഓഫ് 2 നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് പ്രോഗ്രാംസ് നിങ്ങൾക്ക് ക്ലാസ്സിൽ പറഞ്ഞുതരും. ഓക്കെ, അതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുക? ലാബ് എക്സ്പെരിമെന്റ്സ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ലാബ് എക്സ്പെരിമെന്റ് ഞാൻ എന്ത് ചെയ്യും? അത് നിങ്ങൾക്ക് എക്സസൈസ് ആയിട്ട് തരും. നിങ്ങൾ അപ്പൊ വീട്ടിലിരുന്നിട്ട് എന്ത് ചെയ്യണം? ആ ലാബ് എക്സസൈസ് ചെയ്യണം. നമുക്ക് മൂഡിലുണ്ട് ഓൺലൈനില്. ആ മൂഡിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? വീട്ടിലിരുന്ന് ടൈപ്പ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, നോർമൽ സിസ്റ്റത്തിൽ ടൈപ്പ് ചെയ്യുന്നത് പോലെ തന്നെയാണ് മൂഡിൽ ഉണ്ടാവും. എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തരും. മൂഡിൽ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ അതിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടത്. വീട്ടിലെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? റെക്കോർഡ് എഴുതാതെ ഇരിക്കരുത്. റെക്കോർഡ് എഴുതിയില്ലെങ്കിൽ എന്താവും? പിന്നെ ബുദ്ധിമുട്ടാവും നിങ്ങൾ തിരിച്ചു വരുമ്പോൾ. ഓക്കെ, ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ചെയ്തു വെച്ചിട്ടുള്ള പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാനുള്ള സമയം മാത്രമേ ഉണ്ടാവുള്ളൂ. റെക്കോർഡ് എഴുതാനുള്ള സമയം ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഞാൻ അസൈൻമെന്റ് ആയിട്ടാണ് ലാബ് എഴുതിയിട്ട് സ്കാൻ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, പിന്നെ ലാബ് ഞാൻ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ നിൽക്കും. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ലാബ് ക്ലിയർ ആയിട്ട് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ. നമ്മൾ എന്ത് ചെയ്തു? തിയറി പഠിച്ച് പോവാണ്, പക്ഷെ ചെയ്ത് നോക്കുന്നില്ല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ലാസ്റ്റ് വരെ നിങ്ങൾക്ക് സി പ്രോഗ്രാം ക്ലിയർ ആവൂല. ക്ലിയർ ആണോ? അപ്പൊ ലാബ് എന്ത് ചെയ്യണം? കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ചെയ്യാൻ നോക്കാം. ക്ലിയർ ആണോ? ലാബിന്റെ എക്സ്പെരിമെന്റ്സ് ഒക്കെ ഞാൻ എന്താണ്, ഒരു ദിവസം എന്താണോ ക്ലാസ്സിൽ എടുക്കുന്നത് അത് റിലേറ്റ് ചെയ്തിട്ടാണ് ലാബ് എക്സ്പെരിമെന്റ്സ് വരിക. അത് ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തരും. നിങ്ങൾ എന്ത് ചെയ്യണം? അത് ചെയ്തു നോക്കണം. സപ്പോസ് നിങ്ങൾക്ക് അതിന്റെ ആൻസർ ഒന്നും കിട്ടില്ല എന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെ ഇല്ലാന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യാം? എനിക്ക് കോൾ ചെയ്യാനോ അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോ എന്ത് ചെയ്യാം? ഇത് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ ഒന്ന് എന്ത് ചെയ്തു തരാം? പറഞ്ഞു തരാം. ഓക്കെ, ക്ലിയർ ആണോ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പൊ സിലബസ് ക്ലിയർ ആണ്. സിലബസിൽ നമുക്ക് എത്ര മോഡ്യൂൾസ് ആണ് ഉള്ളത്? 5 ആണോ 6 ആണോ? എത്ര മോഡ്യൂൾസ് ആണ് ഉള്ളത്? 5 മോഡ്യൂൾസ് ആണ്. അതിൽ എത്ര മോഡ്യൂൾസ് ആണ് തിയറി? എത്ര മോഡ്യൂൾസ് ആണ് പ്രോഗ്രാംസ്? ഫുള്ള് ഒരു മോഡ്യൂളാണ് എന്തുള്ളത്? തിയറി ഉള്ളത്. ബാക്കിയുള്ള 4 മോഡ്യൂൾസ് എന്താണ്? പ്രോഗ്രാംസ്. ക്ലിയർ അല്ലേ? ഓക്കെ, സോ അപ്പോൾ ഫസ്റ്റ് ടോപ്പിക് നോക്കാം. സോ ദ ഫസ്റ്റ് ടോപ്പിക് ഈസ് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ. ഓക്കെ, പിന്നെ കുറച്ച് ആൾക്കാരുടെ കുറേ മൈൻഡ് സെറ്റ് ഉണ്ട്. ഞാൻ 12th ബയോളജിയാണ്. സോ എനിക്ക് ഈ പ്രോഗ്രാംസ് കോൺസെപ്റ്റ് ഒന്നും മനസ്സിലാവില്ല, അങ്ങനെ ഒന്നും വിചാരിച്ചിരിക്കരുത്. ഞാൻ ചെറിയ പിള്ളേർക്ക് പറഞ്ഞു തരുന്നത് പോലെ തന്നെയാണ് പറഞ്ഞു തരിക. പക്ഷെ ഡെയിലി ഉള്ള ക്ലാസ് നിങ്ങൾ റെഗുലർ ആയിട്ട് ഫോളോ അപ്പ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോഗ്രാംസ് എഴുതാൻ പറ്റും. ഓക്കെ, എല്ലാ ആൾക്കാരും പുതിയതായിട്ട് പഠിക്കുന്നത് തന്നെയാണ്. ഞാൻ ബയോളജി സ്റ്റുഡൻറ് തന്നെയാണ്. ഞാൻ പഠിച്ചെടുത്തത് തന്നെയാണ്. ഓക്കെ, സോ എല്ലാ ആൾക്കാർക്കും എന്ത് ചെയ്യാൻ പറ്റും? പ്രോഗ്രാംസ് പഠിക്കാൻ പറ്റും. കുറച്ച് ലോജിക്കിൽ കുറച്ച് പ്രശ്നങ്ങൾ വരും. വൺസ് ലോജിക്ക് ക്ലിയർ ആയാൽ എന്ത് ചെയ്യാം? നമുക്ക് ഈസി ആയിട്ട് പ്രോഗ്രാംസ് എഴുതാം. Okay, so first topic is basics of computer architecture. Okay, basics of computer architecture. Before that, what is meant by computer? Computer എന്ന് പറഞ്ഞാൽ എന്താ? പിന്നെ ഈ സബ്ജക്റ്റിൽ അധികം അങ്ങനെ ചിന്തിക്കേണ്ട കേട്ടോ. സിമ്പിൾ ആയിട്ട് ചിന്തിച്ച് പറയാം. വാട്ട് ഈസ് മീൻ ബൈ കമ്പ്യൂട്ടർ? ചെറിയ സ്റ്റേജിൽ തന്നെ പഠിക്കുന്നതല്ലേ. വാട്ട് ഈസ് മീൻ ബൈ കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടർ ഈസ് എ എന്താ? വാട്ട് ഈസ് മീൻ ബൈ കമ്പ്യൂട്ടർ? ചാറ്റ് ബോക്സിലോ മൈക്ക് ഓൺ ചെയ്തോ പറയാം. വാട്ട് ഈസ് മീൻ ബൈ കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടർ ഈസ് എ ഓഡിയബിൾ ആണോ ഞാൻ? Computer is a electronic device. Good.
ഓക്കെ, അതാണ് ഡെഫിനിഷൻ. കമ്പ്യൂട്ടർ, വാട്ട് ഈസ് മീൻ ബൈ ബേസിക് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് എന്താണ്? ഫസ്റ്റ് നമ്മൾ എന്താണ് എഴുതേണ്ടത്? കമ്പ്യൂട്ടറിന്റെ ഡെഫിനിഷൻ ആണ് എഴുതേണ്ടത്. സോ വാട്ട് ഈസ് മീൻ ബൈ കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടർ ഈസ് എ computer is a electronic machine that makes performing any task very easy. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത്? അത് നമുക്ക് എന്താണ്, കുറേ ദേ ഹാവ് സം ലോട്ട് ഓഫ് ജോബ്സ് ആർ ദെയർ. സോ അതിൽ എന്താണ്, കുറേ ജോബ്സ് ഒക്കെ നമുക്ക് എന്താണ് ഡിഫിക്കൽട്ട് ആണ്. ഫോർ എക്സാമ്പിൾ എന്താണ്, സ്കെച്ചിങ് ആവട്ടെ, അഗൈൻ എന്തെങ്കിലും ഡിസൈൻ ആവട്ടെ. അപ്പൊ അതൊക്കെ എന്താണ്, മാനുവലായിട്ട് വർക്ക് ചെയ്യാൻ എന്താണ് ടഫാണ്. അഗൈൻ എന്താണ്, ലാർജ് കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സോ ദാറ്റ് ടൈം വി ആർ ഡിസൈൻ കമ്പ്യൂട്ടർ. സോ കമ്പ്യൂട്ടർ ഈസ് എ ഇലക്ട്രോണിക് ഡിവൈസ് ഓർ ഇലക്ട്രോണിക് മെഷീൻ. സോ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത്? That makes performing any task very easy. Okay, is it clear? First line clear ആണോ? What is meant by computer? Computer is a electronic device or machine. So എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത്? That makes performing any task very easy. Then after that, what is the brain of computer? Brain of computer എന്താ? കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് പഠിച്ചു കഴിഞ്ഞു അല്ലെ? കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. ഓക്കെ, ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് എന്താണ്? ഗുഡ്, CPU ആണ്. CPU ഫുൾ ഫോം എന്താണ്? സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ആണ് അല്ലെ? ഓക്കെ, അപ്പൊ ഈ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റിന്റെ പണി എന്താണ്? CPU പണി എന്താണ്? നമ്മളുടെ ബ്രെയിനിന്റെ പണി എന്താണ്? ചിന്തിക്കുന്നതാണ് അല്ലെ? സോ CPU പണി എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് എക്സിക്യൂട്ട് ദ ഇൻസ്ട്രക്ഷൻ ആണ്. CPU പണി എന്താണ്? CPU ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ എക്സിക്യൂട്ടഡ് ദ ഇൻസ്ട്രക്ഷൻ. CPU എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കുക, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് CPU? CPU ഈസ് എക്സിക്യൂട്ടഡ് ദ ഇൻസ്ട്രക്ഷൻ. സോ വാട്ട് ഈസ് മീൻ ബൈ ഇൻസ്ട്രക്ഷൻ? CPU ഈസ് എക്സിക്യൂട്ട് ഈച്ച് ഇൻസ്ട്രക്ഷൻ, റൈറ്റ്? സോ വാട്ട് ഈസ് മീൻ ബൈ ഇൻസ്ട്രക്ഷൻ? ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ബിഫോർ ദാറ്റ്, സോഫ്റ്റ്വെയറിനുള്ള ഫാഡ് എല്ലാ ആൾക്കാരും ഫെമിലിയർ ആയിട്ട് കേൾക്കുന്നതല്ലേ? വാട്ട് ഇസ് മീൻ ബൈ സോഫ്റ്റ്വെയർ? സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ എന്താ? സാദിഫ് പറഞ്ഞിട്ടുണ്ട്. സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ എന്താണ്? സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആർ സെറ്റ് ഓഫ് കോഡ്സ്. ഓക്കെ ഓക്കെ, വാട്ട് ഇസ് മീൻ ബൈ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടിട്ടുണ്ടോ? എല്ലാ ആൾക്കാരും കേട്ടിട്ടുണ്ടോ സോഫ്റ്റ്വെയറിനുള്ള വേർഡ്? സോഫ്റ്റ്വെയർ, ഹാർഡ്വെയറിനുള്ളതൊക്കെ കേട്ടിട്ടുണ്ടോ? യെസ് ആണോ നോ ആണോ? ഓക്കെ, സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താ? ക്ലിയർ ആയിട്ട് ഇനി ചിലപ്പോൾ നിങ്ങൾ ഫ്യൂച്ചറിൽ എന്ത് ചെയ്യും, സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ പോകുമ്പോൾ ഓരോരു ക്വസ്റ്റ്യൻ ചോദിക്കും, വാട്ട് ഈസ് മീൻ ബൈ സോഫ്റ്റ്വെയർ? സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താ? സോഫ്റ്റ്വെയർ ഈസ് എ എന്താണ്? സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, സോഫ്റ്റ്വെയർ ഈസ് എന്താണ്? സോഫ്റ്റ്വെയർ ഈസ് എ സെറ്റ് ആർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷനെയാണ് നമ്മൾ എന്ത് പറയുക? സോഫ്റ്റ്വെയർ എന്ന് പറയുക. ക്ലിയർ ആണോ? What is meant by software? Software is a group of or set of എന്താണ്? Set of instruction. Is it clear? Clear ആയില്ല? Okay. Then ഈ അപ്പോ നിങ്ങൾക്ക് അറിയണ കുറച്ച് സോഫ്റ്റ്വെയർസിന്റെ പേര് പറയാൻ നോക്കട്ടെ. സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞു. CPU പണി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സിക്യൂട്ട് ദ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞു. ഓക്കെ, AVG AVG ആന്റിവൈറസ് ആണോ ഉദ്ദേശിച്ചത്? യെസ്, ഓക്കെ. ദെൻ സാറേ, നിങ്ങൾക്കറിയാം, എല്ലാ ആൾക്കാരും ഒരു സോഫ്റ്റ്വെയറിന്റെ പേര് ടൈപ്പ് ചെയ്ത് നോക്കട്ടെ ഫാസ്റ്റ് ആയിട്ട്. OS. ഓക്കെ, OS ഈസ് ഓൾസോ എ സോഫ്റ്റ്വെയർ. ഓക്കെ, സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, സോഫ്റ്റ്വെയർ. ദെൻ OS എന്ന് പറയാൻ പാടില്ല, ദേ ഹാവ് എ ലോട്ട് ഓഫ് OS ആർ ദേർ, റൈറ്റ്? സോ വേറെ സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത് ടൈപ്പ് ചെയ്യ്, നിങ്ങളൊക്കെ ഫ്യൂച്ചർ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് അല്ലേ? വിൻഡോസ്. ഓക്കെ, വേറെ ഫാസ്റ്റ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ് അഡോബ് ഫോട്ടോഷോപ്പ്. ഗുഡ്. ദെൻ വേറെ ഫാസ്റ്റ് ലിനക്സ്. ഓക്കെ, ദെൻ VLC പ്ലെയർ, മാക് OS, VLC. ദെൻ ഫാസ്റ്റ് VLC, അഡോബ് ഫോട്ടോഷോപ്പ്. 3 സോഫ്റ്റ്വെയർ നല്ലത് വന്നിട്ടുള്ളൂ. വേറെ മൈക്രോസോഫ്റ്റ് ഓഫീസ്, ഫയർബോക്സ്. ഗുഡ്. ദെൻ ഫയർബോക്സ്. എല്ലാ ആൾക്കാരും ഒന്ന് ടൈപ്പ് ചെയ്ത് ഒരു പേര്, ഒരു സോഫ്റ്റ്വെയർ. ഫയർബോക്സ്. ഫാസ്റ്റ്, സമയമില്ല നമുക്ക്. ലിനക്സ്, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, മൈക്രോസോഫ്റ്റ് എക്സൽ. ഗുഡ്. ഓക്കെ,
കുറെ ആൾക്കാർ ടൈപ്പ് ചെയ്താൽ മതി. അപ്പൊ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം മനസ്സിലായ? സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ്. ദെൻ സി പി യുവിന്റെ പണി എന്താണ്? സി പി യു എന്താണ്? സി പി യു ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ Adobe Premiere Pro. Okay, it's enough. So CPU ന്റെ പണി എന്താണ്? CPU it is execute the instruction. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്റെ സിസ്റ്റത്തിനെ കാണുന്നുണ്ടല്ലോ, എന്റെ സ്ക്രീനല്ലേ നിങ്ങൾക്ക് കാണുന്നത്. ഈ സ്ക്രീനിൽ എന്താണ് ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളത്? സ്ക്രീനിൽ എന്താണ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളത്? ചാറ്റ് ബോക്സിലോ ടൈപ്പ് ചെയ്യ്. ഗൂഗിൾ ക്രോം ആണ്, റൈറ്റ്? സോ ഗൂഗിൾ ക്രോം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ സോഫ്റ്റ്വെയർ, റൈറ്റ്? സോ ഗൂഗിൾ ക്രോം എന്ന് പറയുന്നത് എന്താണ്? സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താണുള്ളത്? സോഫ്റ്റ്വെയറിനകത്ത് എന്ന് പറയുമ്പോൾ എന്താണുള്ളത്? ദേ ഹാവ് എ സം സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ. ഇൻ ഫ്യൂച്ചർ നിങ്ങൾ എന്ത് ചെയ്ത് ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിലേക്ക് ജോലിന് പോയി. ഓക്കെ, ഈ ഗൂഗിൾ ക്രോമിന് ചെയ്തത്, ഡെവലപ്പ് ചെയ്തത് ആരാണ്? ഗൂഗിളിലുള്ള ആൾക്കാരാണ് അല്ലേ? സോ ദേ ഹാവ് സം ഡെവലപ്പേഴ്സ്. ദേ ആർ എന്താണ്, അവരൊക്കെ ഇരുന്ന് പ്രോഗ്രാം ചെയ്ത്, പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണ്? കുറെ ഇൻസ്ട്രക്ഷൻസ്. സോ കുറെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ട് ഡെവലപ്പ് ചെയ്തതാണ് എന്ത്? ഈ ഗൂഗിൾ ക്രോം എന്ന് പറഞ്ഞിട്ടുള്ള ബ്രൗസർ, റൈറ്റ്? മനസ്സിലായ? ഗൂഗിൾ ക്രോം എന്ന് പറയുന്നത് എന്താണ്? ഒരു സോഫ്റ്റ്വെയർ ആണ്. സോ അതിന്റെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്താണ്, നിങ്ങൾ സി പ്രോഗ്രാമിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇതുപോലെ ഒരു ബ്രൗസർ ഡെവലപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ കോഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്? ഇതുപോലെ ഒരു ബ്രൗസർ നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്തത്. ഓക്കെ, സോ അപ്പോ ഈ ഗൂഗിൾ ക്രോമിന്റെ അകത്തും എന്താണുള്ളത്? ദേ ഹാവ് സം സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ സിസ്റ്റത്തിൽ ഞാൻ കുറെ സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെ സോഫ്റ്റ്വെയർസ് ആണ്? AnyDesk, ArcWelder, Blender, again Calculator, ഇങ്ങനെ പറഞ്ഞിട്ട് കുറെ സോഫ്റ്റ്വെയർസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ് ടൈം ഞാൻ എന്ത് ചെയ്തു? ഇപ്പൊ കാൽക്കുലേറ്റർ ക്ലിക്ക് ചെയ്തു. അപ്പൊ കാൽക്കുലേറ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ കാൽക്കുലേറ്റർ എന്താവും? നമുക്ക് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് എടുത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് എടുത്ത് എന്ത് ചെയ്ത് ഓപ്പൺ ആയി. ഓക്കെ, സോ അതിന്റെ മീനിങ് എന്താണ്? അപ്പോൾ ഇതിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയോ? ഈ കാൽക്കുലേറ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ സോഫ്റ്റ്വെയർ ഞാൻ എന്താ ചെയ്തത്? നമ്മൾ എവിടെയാണോ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുള്ളത് ആ ഇൻഫർമേഷൻസ്, ആ ഇൻസ്ട്രക്ഷൻസിനെ ആര് റീഡ് ചെയ്യും? ആരാ റീഡ് ചെയ്യുക? ഈ പ്രോസസ്സർ റീഡ് ചെയ്യും. പ്രോസസ്സർ റീഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക? ആ കാൽക്കുലേറ്റർ നമ്മളുടെ ഡിസ്പ്ലേയിലേക്ക് വരുന്നത്. മനസ്സിലായ? എന്തൊരു ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ സിമ്പിൾ ഒരു എക്സാമ്പിളിലേക്ക് പോവാം. എക്സാമ്പിളിലേക്ക് പോകുമ്പോൾ എന്താണ്? നിങ്ങളുടെ എല്ലാവരുടെ കയ്യിലും ഉള്ളത് എന്ത് ഫോണാണ് ഉള്ളത്? എന്താണ് ഫോൺ ഉള്ളത്? ഏതൊക്കെ ഫോണുണ്ട്, റൈറ്റ്? അതിന്റെ വോയിസ് എന്ത് വോയിസ് ആണ്? എന്ത് വോയിസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എല്ലാ ആൾക്കാരും? ഓക്കെ, ചില ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്? ഓക്കെ, ആൻഡ്രോയിഡ് ആർ iOS ആണ്. ഓക്കെ, സോ നിങ്ങൾ എന്താണ്, ഞാൻ സിമ്പിൾ ആയിട്ട് പറയാൻ വിചാരിക്കുമ്പോൾ എന്താണ്, നിങ്ങൾ ആൻഡ്രോയിഡിൽ ഒരു സോഫ്റ്റ്വെയർ ഞാൻ നിങ്ങളെടുത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾ ബേസ് ആയിട്ട് നിങ്ങൾ എവിടെ പോയി സെർച്ച് ചെയ്യും? ആ സോഫ്റ്റ്വെയറിനെ എവിടെ പോയി സെർച്ച് ചെയ്യും? ഫാസ്റ്റ് സമയമില്ല കേട്ടോ. എവിടെ പോയി സെർച്ച് ചെയ്യും? പ്ലേ സ്റ്റോറിൽ പോയി സെർച്ച് ചെയ്യും, റൈറ്റ്? സോ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യും? ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യും. ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? എവിടെ പോയാണ് സ്റ്റോർ ആവുന്നത്? നിങ്ങളുടെ മെമ്മറിയിൽ പോയാണ് എന്ത് ചെയ്യുക? അത് സ്റ്റോർ ആവുന്നത് അല്ലേ? മനസ്സിലായ ആ കോൺസെപ്റ്റ്? നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അത് എവിടെയാണ്? നിങ്ങളുടെ മെമ്മറിയിൽ, നിങ്ങളുടെ ഒരു മെമ്മറിയിൽ എന്താണ്? നിങ്ങളുടെ ഫോണിന്റെ മെമ്മറിയിൽ അത് സ്റ്റോർ ആയി. ഓക്കെ, ദെൻ നിങ്ങൾ എന്ത് ചെയ്ത്? കുറെ സമയം കഴിഞ്ഞിട്ട് ആ സോഫ്റ്റ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ വാട്സ്ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് എന്ത് ചെയ്ത്? നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ കാണുന്നുണ്ട്, നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നുണ്ട്. ഓക്കെ, സോ കാണുമ്പോൾ നിങ്ങൾ എന്താണ്? എഗൈൻ നിങ്ങൾ വാട്സ്ആപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് എന്താ ചെയ്യുക? നമ്മുടെ മെമ്മറിയിലുള്ള സാധനത്തിന് നമ്മൾ പ്രോസസ്സർ എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ സ്ക്രീനിലേക്ക് അത് എന്ത് ചെയ്യണത്? നിങ്ങളുടെ ആ സോഫ്റ്റ്വെയർ ഓപ്പൺ ആയി വരുന്നത്. ഓക്കെ, അതാണ്. അപ്പൊ സി പി യുവിന്റെ പണി എന്താണ്? സി പി യു യൂസ് എക്സിക്യൂട്ട് ദ ഇൻസ്ട്രക്ഷൻ. സോ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ്സ് എ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എന്താ പറയാ? നമ്മൾ കളക്ഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻ എന്നാണ് പറയും. Okay, so in computer, the CPU execute each instruction provided to it in a series of steps. This series of steps is called machine cycle. Okay, ഒരു സിംഗിൾ ഇൻസ്ട്രക്ഷൻ അല്ല നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ ദേ ഹാവ് സം കളക്ഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഓക്കെ, ഇൻ ഗൂഗിൾ ക്രോം എന്ന് പറയുമ്പോൾ ദേ ഹാവ് എ ലാക്ക് ഓഫ് ലൈൻസ് ആണ്. ഒരു സോഫ്റ്റ്വെയർ എഴുതുമ്പോൾ എന്താണ്? നിയർലി ലാക്ക് ഓഫ് ലൈൻസ് വരും. ഓക്കെ, ആ ലാക്ക് ഓഫ് ലൈൻസിന് അത് എന്ത് ചെയ്യണം? എക്സിക്യൂട്ട് ചെയ്യണതിനാണ് നമ്മൾ എന്ത് പറയാം? മെഷീൻസ്. ഒരു സിംഗിൾ ടൈം, ഒരു അറ്റ് എ ടൈമിൽ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാ?
മെഷീൻ സൈക്കിൾ എന്ന് പറയാം. Okay, so the CPU execute each instruction provided to it in a series of steps. The series of steps is called machine cycle and is repeated for each instruction. Okay, അപ്പോൾ CPU വർക്കിംഗ് പ്രോസസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യും? ഫസ്റ്റ് ഒരു ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യും, അതിനെ ഡീകോഡ് ചെയ്യും, ദെൻ അതിന്റെ ഓപ്പറൻസിനെ ഫെച്ച് ചെയ്യും, എഗെയിൻ എന്ത് ചെയ്യും? അതിനെ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? സോ നമ്മുടെ CPU എങ്ങനെയാണ്? CPU പണി എന്താണ്? ഇറ്റ് ഈസ് യൂസ് ടു എക്സിക്യൂട്ട് ദ ഇൻസ്ട്രക്ഷൻ. സോ ഒരു സോഫ്റ്റ്വെയറിന് പറയുമ്പോൾ നോ ദേ ഹാവ് എ സിംഗിൾ ഇൻസ്ട്രക്ഷൻ, ദേ ഹാവ് എ സം കളക്ഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻ, റൈറ്റ്? സോ നമ്മൾ എന്ത് ചെയ്യണം? ആ കളക്ഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഫുള്ള് നമ്മൾ എന്ത് ചെയ്യണം? എക്സിക്യൂട്ട് ചെയ്യണം. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സീരീസ് ഓഫ് സ്റ്റെപ്സ് ഇൻസ്ട്രക്ഷൻ ഇസ് കാൾഡ് മെഷീൻ സൈക്കിൾ. സോ മെഷീൻ സൈക്കിൾ എന്ന് പറയുന്നത്, വൺ മെഷീൻ സൈക്കിൾ എന്ന് പറയുന്നത് എന്താ ചെയ്യുക? ഒരു ഇൻസ്ട്രക്ഷൻ അത് ഫെച്ച് ചെയ്യും. ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യുന്ന പറയുമ്പോൾ മീനിങ് എന്താ? നിങ്ങൾ ഓൾറെഡി പറഞ്ഞല്ലേ, നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സാധനം നിങ്ങളുടെ മെമ്മറിയിലാണ് ഉള്ളത്. ഓക്കെ, എഗെയിൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ മെമ്മറിയിലുള്ള സാധനത്തിന് എന്ത് ചെയ്യും? CPU ഫെച്ച് ചെയ്യും. ഓക്കെ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ആ സാധനത്തിന് ഫസ്റ്റ് എന്ത് ചെയ്യും? ഫെച്ച് ഓഫ് ദ ഇൻസ്ട്രക്ഷൻ, ദെൻ ഡീകോഡ് ദ ഇൻസ്ട്രക്ഷൻ. സോ അതിലെന്താണ്? കുറെ ഷോർട്ട് ഹാൻഡ് ഫോംസ് ഒക്കെ ഉണ്ടാവും, അതിനൊക്കെ അത് എന്ത് ചെയ്യും? ഡീകോഡ് ചെയ്യും, അതിലുള്ള ആപ്രാൻഡ് ഒക്കെ ഫെച്ച് ചെയ്യും, എഗെയിൻ എന്ത് ചെയ്യും? ഫൈനലി എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക? ആ സോഫ്റ്റ്വെയർ നിങ്ങളുടെ സ്ക്രീനിലേക്ക് വരണം. ഓക്കെ, ഈ 4 steps ഇമ്പോർട്ടന്റ് ആണ്. So the series of steps is called machine cycle and is repeated for each instruction. One machine cycle involves 4. എന്താണ്? fetching of instruction, decoding the instruction, operand fetching, then execute the instruction. Is it clear? Clear ആണോ? CPU-ന്റെ ഇതിൽ സീരീസ് ഓഫ് എക്സിക്യൂഷൻ നമ്മൾ എന്താണ് പറയുക? വൺ മെഷീൻ സൈക്കിൾ എന്നാണ് പറയുക. വൺ മെഷീൻ സൈക്കിൾ പറഞ്ഞ 4 steps എന്തൊക്കെയാണ്? ഷോർട്ട് ഹാൻഡ് ആയിട്ട് പറയാം. വൺ മെഷീൻ സൈക്കിളിൽ സംഭവിക്കുന്ന 4 വർക്കാണ് അവിടെ, 4 പ്രോസസ്സാണ് അവിടെ ഇൻവോൾവ് ആവുന്നത്. എന്തൊക്കെ വർക്കാണ് അവിടെ സംഭവിക്കുന്നത്? ഫസ്റ്റ് എന്തൊക്കെയാണ്? ഫസ്റ്റ് എന്ത് ചെയ്യും? ഫെച്ച് ചെയ്യും, ദെൻ അതിനെന്ത് ചെയ്യും? ഡീകോഡ് ചെയ്യും, ഡീകോഡ് ചെയ്തതിൻ്റെ എഗെയിൻ ഓപ്പറൻഡ് ഫെച്ച് ചെയ്യും, എഗെയിൻ എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്യും. ഇസ് ഇറ്റ് ക്ലിയർ? ഫെച്ച് ക്ലിയർ അല്ലേ? ഓക്കെ, ഗുഡ്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. നെക്സ്റ്റ് ടോപ്പിക് നിങ്ങൾക്ക് ഈസി ടോപ്പിക് ആണ്. ദ ഫണ്ടമെന്റൽ ബേസിക് യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ. ഓക്കെ, കമ്പ്യൂട്ടറിലുള്ള ബേസിക് കോമ്പണൻസ് ആണ്. ബേസിക് കോമ്പണൻസ് ഓഫ് കമ്പ്യൂട്ടർ. ഓക്കെ, അത് ആൻസർ പറയാതെ തന്നെ ഞാൻ ചോദിക്കട്ടെ. വാട്ട് ആർ ദ ബേസിക് കോമ്പണൻസ് ഓഫ് കമ്പ്യൂട്ടർ? അറിയുന്ന ആൾക്കാരെ ടൈപ്പ് ചെയ്ത് നോക്കട്ടെ. വാട്ട് ആർ ദ ബേസിക് കോമ്പണൻസ് ഓഫ് കമ്പ്യൂട്ടർ? ഫസ്റ്റ്, വാട്ട് ആർ ദ ബേസിക് കോമ്പണൻസ് ഓഫ് കമ്പ്യൂട്ടർ? ഒരു കമ്പ്യൂട്ടറിനെ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൽ എന്തൊക്കെയാണ് കാണാൻ പറ്റുന്നത്? വാട്ട് ആർ ദ ബേസിക്? കീബോർഡ്, ഗുഡ്. ദെൻ മോണിറ്റർ, CPU. ഓക്കെ, കീബോർഡ്, മോണിറ്റർ, CPU, UPS, പ്രോസസർ. ഓക്കെ, ഗുഡ്. ഇതൊക്കെ നമ്മൾ എന്താണ് ഒരു എന്താണ് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന സാധനങ്ങളാണ് അല്ലെ. സോ നമ്മളിപ്പോൾ പഠിക്കുന്നത് എന്താണ്? എഞ്ചിനീയറിംഗ് ആണ്. അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ സ്റ്റാൻഡേർഡൈസ് ആക്കി പഠിച്ചു. ഓക്കെ, അപ്പൊ അതെങ്ങനെയാ പഠിച്ചത്? So they have 5 components of computer. What are they? One is input unit, second one is output unit, then storage unit, arithmetic logic unit, then fifth one is control unit. Is it clear? They have 5 basic units of computer. One is input unit, second one is output unit, then third one is storage unit, then fourth one is arithmetic logic unit, then fifth one is control unit. This question is little important. Okay, so in most of the question paper they will ask what are the components of computer or basic components of computer. So that time they have 5 basic components of computer. One is input unit, second one is output unit, then storage unit, arithmetic logic unit, then fifth one is control unit. Is it clear? 5 units. Then നിങ്ങളുടെ അടുത്ത് ചോദിക്കാം, ഇൻപുട്ട് യൂണിറ്റ്സ് എന്തൊക്കെയാണ്? ഒരു കമ്പ്യൂട്ടറിന്റെ ഇൻപുട്ട് ഡിവൈസസ് എന്തൊക്കെയാണ്? ഇൻപുട്ട് ഡിവൈസ് എന്തൊക്കെയാണ് ഒരു കമ്പ്യൂട്ടറിലുള്ള ഇൻപുട്ട് ഡിവൈസസ്? ഫസ്റ്റ്, കീബോർഡ്, മൗസ്. ഓക്കെ, അതല്ലാതെ വേറെ എന്തെങ്കിലും പറഞ്ഞു നോക്കട്ടെ. കീബോർഡ്, മൗസ്. ഓക്കെ, ദ ഇൻപുട്ട് ഡിവൈസസ് ആർ കീബോർഡ്, മൗസ്. പ്രിന്ററോ? പ്രിന്റർ ഇൻപുട്ട് ആണോ? നമ്മൾ ഇൻപുട്ട് കൊടുക്കുവോ? ലൈറ്റ് പെന്ന് പ്രിന്റർ അല്ല കേട്ടാ. ജോയ്സ്റ്റിക്ക്, സ്കാനർ. ഗുഡ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സിമ്പിൾ ആയിട്ട് പറയട്ടെ, ഞാനിപ്പോ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ക്ലാസ് എടുക്കുമ്പോൾ എന്റെ ഇൻപുട്ട് ഡിവൈസ് ഞാൻ എന്ത് ഇൻപുട്ട് ഡിവൈസാണ് യൂസ് ചെയ്യണേ? ഞാൻ ഒരു ഇൻപുട്ട് ഡിവൈസ് യൂസ് ചെയ്യുന്നുണ്ട്. ആ ഇൻപുട്ട് ഡിവൈസിൽ വരുന്ന സാധനങ്ങൾ നിങ്ങൾ എന്താണ് ഒരു ഔട്ട്പുട്ട് ഡിവൈസ് യൂസ് ചെയ്ത് കേൾക്കുന്നുണ്ട് അല്ലെ. സോ ഞാൻ എന്താണ് ഹെഡ്ഫോൺ ആണ് യൂസ് ചെയ്യുന്നത്, റൈറ്റ്? ഗുഡ്. മൈക്ക് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്റെ മൈക്കിലുള്ള സാധനം നിങ്ങളുടെ എന്താണ്
നിങ്ങൾ എന്താ യൂസ് ചെയ്തിട്ടുള്ളത്? ഒരു ഹെഡ്ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടാവും, റൈറ്റ്? ആ ഹെഡ്ഫോണിലുള്ള സ്പീക്കറിന് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? നിങ്ങളുടെ ചെവിയിൽ കേൾക്കുന്നുണ്ട്, റൈറ്റ്? ഓക്കെ. സോ ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ ഇൻപുട്ട് ഡിവൈസ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക? സിമ്പിൾ ആയിട്ട് ഡെഫിനിഷൻ പറയാം. ഇൻപുട്ട് ഡിവൈസ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക? ഇറ്റ് ഈസ് യൂസ് ടു യൂസർ ഗിവ് ദ ഡേറ്റ ടു കമ്പ്യൂട്ടർ. നമ്മളൊരു കമ്പ്യൂട്ടറിന് എന്തെങ്കിലും ഡേറ്റയോ ഇൻസ്ട്രക്ഷൻസോ കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇൻപുട്ട് ഡിവൈസ് വേണം. Is it clear? So definition നോക്കുക. Input units connect the external environment with internal computer system. So input unit എന്ത് ചെയ്യാണ്? എന്തെങ്കിലും ഒരു external environment കണക്ട് ചെയ്യാണ് with internal computer system. It provides data and instruction to the computer. നമ്മൾ ഈ ഇൻപുട്ട് ഡിവൈസസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ സിസ്റ്റത്തിന് എന്താണ് കൊടുക്കുന്നത്? It provides data and instruction to the computer system. This line is too important because why we are using input unit? So input unit is only giving the data, provide the data and instruction to the computer system. Is it clear? So they have a first point is input unit connect the external environment with internal computer system. Then second one is it provides data and instruction to the computer system. Then commonly used input devices are keyboard, mouse, magnetic tap, etc. Okay. Then they have the input unit performs following tasks: accept the data and instruction from the outside environment. Right? So നമ്മൾ കീബോർഡിൽ കൊടുക്കുന്ന ഡേറ്റാസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ഇൻപുട്ട് യൂണിറ്റ് അക്സെപ്റ്റ് ചെയ്യും. അക്സെപ്റ്റ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യും? സിസ്റ്റത്തിന്റെ കയ്യിലേക്ക് കൊടുക്കും. Accept the data and instruction from the outside environment, then convert it into machine language. Okay. അതിൽ ചോദിക്കാം, ഈ നമ്മൾ ലാംഗ്വേജ് പഠിക്കുമ്പോൾ ഈ കമ്പ്യൂട്ടർ ടേംസിൽ ദേ ഹാവ് 3 ലാംഗ്വേജസ് അത്. ഓക്കെ. വൺ ഈസ് ഹൈ ലെവൽ ലാംഗ്വേജ്. One is high level language. Next one is assembly language. Assembly language. Third one is low or machine language. Okay. Low or machine language. Okay. About 3 types languages ഉണ്ട്. എന്തൊക്കെയാണ്? ഹൈ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ്, ദെൻ ലോ ഓർ മെഷീൻ ലാംഗ്വേജ്. ഹൈ ലാംഗ്വേജ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ സംസാരിക്കുന്ന ലാംഗ്വേജസ് ആണ്. ഹ്യൂമൻ ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ലാംഗ്വേജ്. സോ അത് തമിഴായിരിക്കാം, ഇംഗ്ലീഷ് ആയിരിക്കാം, മലയാളം ആയിരിക്കാം. എന്തോ ഒരു ഹ്യൂമൻ ലാംഗ്വേജസും എന്താണ്? ഹൈ ലെവൽ ലാംഗ്വേജസ്. ക്ലിയർ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരു വേർഡ് ടൈപ്പ് ചെയ്ത് അഡിഷൻ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്തു. അഡിഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇറ്റ്സ് എ ഇംഗ്ലീഷ് വേർഡ്, റൈറ്റ്? സോ ഇത് ഹൈ ലെവൽ ലാംഗ്വേജ് ആണോ, അസംബ്ലി ലാംഗ്വേജ് ആണോ, ലോ ലെവൽ ലാംഗ്വേജ് ആണോ? ലോ ലെവൽ ഓർ മെഷീൻ ലാംഗ്വേജ് ആണോ? ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. എന്താണ്? നിങ്ങൾക്ക് അത് മനസ്സിലായി. ദാറ്റ്സ് എന്താണ്? അത് ഒരു ഹ്യൂമൻ ലെവൽ ലാംഗ്വേജസ് ആണ്. ഓക്കെ. സോ ഹ്യൂമൻ ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ലാംഗ്വേജ്. സോ ദാറ്റ് ഈസ് ദ ഹൈ ലെവൽ ലാംഗ്വേജ്. ക്ലിയർ ആണോ? ഹൈ ലെവൽ ലാംഗ്വേജ്, ലോ ലെവൽ ലാംഗ്വേജ് പിന്നെ തിരിച്ചു വരും. ഓക്കെ. ഹൈ ലെവൽ ലാംഗ്വേജിനുള്ളത് മനസ്സിലായ? ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്യൂമൻ ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ലാംഗ്വേജ്. ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ്, തമിഴ്, മലയാളം, എക്സെട്ര. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണോ? യെസ് ആണോ, നോ ആണോ? ഫസ്റ്റ്. ഓക്കെ. നെക്സ്റ്റ് വൺ ഈസ് എന്താണ് ഞാൻ പറഞ്ഞത്? അസംബ്ലി ലാംഗ്വേജ് ആണ് പറഞ്ഞത്, അല്ലെ? അപ്പൊ അസംബ്ലി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഇപ്പൊ ഞാനൊരു ഹൈ ലെവൽ ലാംഗ്വേജ് എഴുതിയായിരുന്നു. എന്താണ്? അഡിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു വേർഡ് എഴുതിയായിരുന്നു, അല്ലെ? സോ ഇതെന്താണ്? ഒരു കംപ്ലീറ്റ് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ആണ്, അല്ലെ? അഡിഷൻ എന്ന് പറഞ്ഞിട്ട് അതിനൊരു പ്രോപ്പർ മീനിങ് ഉണ്ട്. സോ അതിനെ ഞാൻ എന്തെഴുതി? ആഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് ഹാൻഡ് ഫോം യൂസ് ചെയ്തു. ഓക്കെ. ആഡ് എന്ന് പറഞ്ഞിട്ട് എന്താണ്? അഡിഷന്റെ ഷോർട്ട് ഹാൻഡ് ഫോം ആണ് എന്ത്? ഈ ആഡ് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ്. ഇറ്റ്സ് എന്താണ്? ഇറ്റ്സ് അസംബ്ലി ലാംഗ്വേജ് ആണ്. ഓക്കെ. എല്ലാ വേർഡ്സിൻ്റെ എന്തുണ്ടാവും? അതിന്റെ ഷോർട്ട് ഹാൻഡ് ഫോമിനെ യൂസ് ചെയ്ത് എഴുതുന്നതാണ് നമ്മൾ എന്ത് പറയുക? അസംബ്ലി ലാംഗ്വേജിന് പറയുക. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയ? ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ആർക്കാണ് മനസ്സിലാവുക? ഹ്യൂമൻ ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ്, ബട്ട് മെഷീൻ കാൺട്ട് അണ്ടർസ്റ്റാൻഡ്. ഹ്യൂമൻക്ക് മാത്രമാണ് മനസ്സിലാവുക, മെഷീനൊക്കെ എന്ത് ചെയ്യൂല? മനസ്സിലാവൂല. ഓക്കെ. എഗൈൻ എന്താണ്? നമ്മളുടെ ലാംഗ്വേജിനെ ഷോർട്ട് ഹാൻഡ് ഫോമിൽ യൂസ് ചെയ്യുന്നത്. ഷോർട്ട് ഹാൻഡ് ഫോം എന്ന് പറയുമ്പോൾ ഈ അഡിഷനെ ഞാൻ എന്ത് എഴുതിയിട്ടുണ്ട്? എന്താണ്? ഇങ്ങനെ ഷോർട്ട് ഹാൻഡ് ഫോമിൽ യൂസ് ചെയ്യുന്നത് എന്ത് ലാംഗ്വേജ് ആണ്? ഷോർട്ട് ഹാൻഡ് ഫോമിൽ യൂസ് ചെയ്യുന്നത് എന്ത് ലാംഗ്വേജ് ആണ്? ഫസ്റ്റ് അസംബ്ലി ലാംഗ്വേജ് ആണ്.
Okay, then zero, combination of 0 or 1. Okay, so ഇതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ എന്താണ് ഫോർ എക്സാമ്പിൾ സിസ്റ്റത്തിന് ഹലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഹലോ എന്നൊരു മനസ്സിലായ?